എനിക്ക് രക്ഷായതല്ലേ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരില്ല, ശത്രുക്കളാണ്. കാരണം ബന്ധുക്കൾ എപ്പോഴും ഉണ്ടാവില്ല. പാട്ട വെച്ച് എനിക്ക് തോന്നി എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് മനസ്സിൽ 2 എന്ന് പറഞ്ഞ സാധനം പ്രൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യാന്നുകൊണ്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. കാരണം ജയിലിൽ കിടക്കണമെന്നാണ് ആവശ്യമുള്ളത്. അത് മാധ്യമങ്ങൾക്ക് വേണ്ടി അവരിട്ടോണ്ടല്ലേ പ്രതികരിച്ചത്, മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ചുള്ള കാരണം ഞാൻ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആളാണോ, പോട്ടെ ഒരു സാധാരണ മനുഷ്യനാണെന്നോട്ടെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള പോസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതറിഞ്ഞിട്ടും അവള് എന്നെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായത് തെറ്റല്ലേ അത് ഇവിടെ ബാക്കി ഓർക്കണം. പിന്നെയും കൂടി വന്നല്ലേ ഓർക്കണം ആൾക്കാർ. എക്സ് ലവർ എന്ന രീതിക്ക് അറിഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ചിലര് മറ്റേ വൈറലാൻ വേണ്ടി ചെയ്താൽ ചിലര് സെറ്റിലിനെ അത് ബാധിക്കുമല്ലോ. അത് നമ്മൾ പറഞ്ഞായിരുന്നു. തുറന്നത് പേര് പറഞ്ഞ് പറയാൻ ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ ആരാധിക്കുന്നുണ്ട്, നമ്മളെ കല്യാണിക്കുന്ന താല്പര്യം. ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റ കാര്യം ഫേക്ക് ഡീന്ന് കോണ്ടാക്ട് ചെയ്യുന്ന മാത്രം. കുറെ ഹാക്കിങ്ങൊക്കെ ഓൾറെഡി ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആര് പറഞ്ഞത്? ആ ടൈം കല്യാണം കഴിച്ചതല്ലേ, 3 മക്കളുണ്ടായി. ഞാൻ കെട്ടിക്കോട്ടെ. ആ ടൈത്തിന് എന്താണ്, ഞാൻ സാധാരണ ആൾക്കാരെ കിട്ടിയാലും സിനിമ താരത്തിനെ കിട്ടിയാലും എനിക്കല്ലേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? ആ ടൈം ചോദിച്ചാൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഫോട്ടോ ഞാൻ മതത്തിൽ കാണിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കില്ല. പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോൾ ആട്ട ചോദിച്ചാൽ എനിക്ക് തോന്നി എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുമെന്ന് രീതിയിലാണ് പുള്ളി ചോദിച്ചു. എനിക്ക് കുറച്ച് ഇവിടെ തരുമോ, നമ്പർ തരുമോ? കാരണം എല്ലാവരും ഇപ്പോൾ കോമഡി രീതിയിലാണ് ഇത് കാണുന്നത്. പക്ഷെ എനിക്കിത് മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. കാരണം എനിക്കിന്ന് കാലത്തൊരു സംഭവം ഉണ്ട്, അറിഞ്ഞാൽ ഇല്ല കാലത്ത് വീട്ടിൽ സംഭവം ഒരു EMI കാരനെ എല്ലാ ദിവസവും EMI കാരൻ വരും വീട്ടിൽ. കാരണം 20 ലക്ഷത്തിന് അപ്പുറം ലോൺ എടുത്തിട്ടുണ്ട്. പേഴ്സണൽ ലോൺ എടുത്താണ്, അമ്മയുടെ ആവശ്യത്തിന് എടുത്താണ്. പറ്റി കാരണം എനിക്ക് അതിനെപ്പറ്റി തിരക്കേണ്ട ആവശ്യമില്ല. എന്തിനെടുത്തുന്ന രീതിയിൽ ലക്ഷങ്ങൾ ബാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. 20 ലക്ഷത്തിന് മേളിലുണ്ട്, ഇത്ര കൗൺസിലർ അറിയില്ല. അപ്പോൾ എല്ലാ ദിവസവും EMI ഒക്കെ വരുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് ഞാൻ പറയാറുണ്ട്. വൈകുന്നേരം വരും കേട്ടോ, വൈകുന്നേരം വരും, നമ്മൾ ഒരു പ്രശ്നം സോൾവ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആള് നമ്മളെ തല്ലാൻ വന്നു. മനസ്സിലായി? പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ വീടിൻ്റെ പുറത്തിറങ്ങി ഞാൻ പുറകെ കൂടിയാണ് പോയത്. ഫ്രണ്ടിൽ കൂടി ഇവരെല്ലാം ഉണ്ടാവുന്ന ഓർത്ത് ഞാൻ പുറകെ കൂടി പോയി പഠിച്ചിട്ട്. നമ്മൾ ഈ വർത്തമാനം പറയെങ്കിലും വലിയൊരു സിനിമ സ്റ്റൈലിൽ പെർഫോം ചെയ്യാനൊന്നും വലിയൊരു ഇതില്ല. നമ്മുടെ പ്രായക്കാരോട് തലപിടിക്കാൻ പറ്റുമെന്നല്ലാണ്ട് വലിയ ആൾക്കാരോട്, ചേട്ടൻ്റെ പ്രായത്തിൻ്റെ ആൾക്കാരോടൊക്കെ നമുക്ക് കയ്യേറ്റത് പിടിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം എനിക്ക് രക്ഷായതല്ലേ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരില്ല, ശത്രുക്കളാണ്. കാരണം ബന്ധുക്കൾ എപ്പോഴും ഉണ്ടാവില്ല. അത് എൻ്റെ ഉള്ളിൽ തെളിവായി ഇന്ന് സംഭവിച്ചത്. കാരണം അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഈ പുള്ളി തല്ലാൻ ഇങ്ങനെ കൈ ഓങ്ങി, ഇങ്ങനെയൊക്കെ കൈ ഓങ്ങി. അപ്പോൾ നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ ജസീന്ദ ചേച്ചി, പിന്നെ വേറൊരു ഹിന്ദു ചേച്ചി. അങ്ങനെ ജാതി പറയണല്ല, റിലീജൻ എനിക്കറിയുള്ളൂ. ഹിന്ദുവും ക്രിസ്ത്യൻസ് അങ്ങനെ കുറച്ച് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അവർ പിടിച്ച് മാറ്റിയിരുന്നു ഇയാളാണ്. കാരണം ഇയാളുടെ ഇതാണ് വണ്ടി നമ്പർ വേണമെന്ന്. അത് എനിക്ക് ഭയങ്കര ഇതായി. ആണെന്ന് അടിക്കാനായിട്ട് ഓങ്ങിയെന്ന് ഇവര് രക്ഷോട്ട് കണ്ട ഇത് കേസ് കൊടുത്തതാണ്. ഞാൻ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കൊണ്ടേ പരാതി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തുള്ളിൽ FIR ഇടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് പരിഹരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അമ്മ കുറേ കാശെടുത്തെങ്കിൽ അമ്മയുടെ കാര്യങ്ങളല്ലേ. ഇപ്പം എന്നെ പലരും വിളിക്കാറുണ്ട് നമ്മുടെ ഒക്കെ കാശും പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോൺ എടുക്കണമെന്ന് പറ്റിയൊന്നുമില്ല. അത് എൻ്റെ ആയിട്ടുള്ള പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുള്ളൂ. 3000, 4000, 10,000 വരെ കിട്ടാറുണ്ട് ഒരു ദിവസം. 10 വിഷനിലൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട്. ഇല്ലെന്നല്ല ഞാനല്ല എടുത്തത്. ഞാനൊക്കെ അത്രയും വരുമാനം ഇല്ലല്ലോ. നമ്മളെ കടങ്ങൾ നല്ല ലക്ഷങ്ങളല്ലേ. ഒരു മാസം മറ്റേ 1.5 ലക്ഷത്തിൽ കൂടുതലാണ് EMI. താല്പര്യമല്ല. അമ്മയുടെ പേഴ്സണൽ ആവശ്യത്തിനെടുത്ത പൈസ ഞാൻ വീട്ടണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. അമ്മ പലപ്പോഴും നമ്മളെ ചില സമയത്ത് മൈൻഡ് ആക്കാറില്ല, ചില സമയത്ത് അസ്വസ്ഥ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പറ്റിയാ പറയണം. മറ്റേ ചോദിച്ചോ, മറ്റേ ഇന്നലെ തന്നെ അമ്മ ഒരു ഇത് പോലത്തെ കാണിച്ചു.
കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ പോയപ്പോഴേ കൂട്ടിയിട്ട് അടിപൊളി വീണു. മനസ്സിലായി? അമ്മയമ്മ അങ്ങനെ വീണു, ഞാൻ രണ്ടും കൂടി. എന്നിട്ട് അമ്മയുടെ നെറ്റിടിച്ചു കൊണ്ട് സംഭവം ഉണ്ടായി. കാരണം ഞാൻ പെട്ടെന്ന് ഓർക്കണമെന്നില്ലല്ലോ അമ്മ വരുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് മറ്റേ ദേശത്തിന് സംഭവിച്ചതല്ല, അത് എൻ്റെ മൈൻഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്, വേറെ ചിന്തകളിലായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പിന്നെ അതന്നെ ഓരോ വിവാദങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്ക് നടന്നപ്പോൾ അങ്ങനെ വീണ്. പിന്നെ ഞാൻ നെറ്റിയൊക്കെ തടയി കൊടുത്ത് വിക്സൊക്കെ ഇട്ട് പിന്നെ ഇന്ന് എക്സ്റേ എടുക്കാൻ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എക്സ്റേ എടുത്താന്നറിയില്ല, ഞാൻ അത്രയ്ക്കൊരു അടിയാവുണ്ട്. കുറച്ച് നേരം ബോധം പോയപ്പോൾ അതാണ് സിറ്റുവേഷൻ. റൈറ്റിനെ പറ്റി സാധനം പറയാം. എന്താ ഈ ബ്രൈറ്റ് ആരാ സംഭവം? റൈറ്റ് കള്ളനാണ്, കള്ളൻ. എന്താ സംഭവം?